ഇതിന്റെ ഒരു റീമിക്സ് ചെയ്ത് വരുമ്പോൾ അതിന്റെ 4K അറ്റ്മോസാണ് ചെയ്ത് വന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനം. അതും നമ്മൾ കണ്ടത് 4K സ്ക്രീനിലാണ് നമ്മുടെ ഏരീസ് ഫ്ലെക്സിന്റെ. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾ ഈ പടം കാണുവാണെങ്കിൽ 4K തന്നെ കാണണം. 4K കാണാനതിന് ഒരു കാര്യമില്ല. 4K തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. തീർച്ചയായിട്ടും അറക്കൽ മാധവണ്ണി വേറെ ലെവൽ എന്ന് വെച്ചാൽ ഇത് സൗണ്ട് പിന്നെ വിഷ്വൽ എക്സ്പീരിയൻസ്. സൗണ്ട് പ്രത്യേകിച്ച് ഡോൾബി അറ്റ്മോസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് യൂസിലാണ് അങ്ങനെ ചെയ്തത്. അതിനൊരു ഔട്ട്പുട്ട് ഇതിനകത്ത് കാണാനുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ പടത്തിൽ കുറച്ച് ടൈറ്റിലിങ്ങിലൊക്കെ ഓരോ വ്യത്യാസമുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളിപ്പോൾ റീ റിലീസ് ആയതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ടൈറ്റിലിങ്ങിലുള്ള വ്യത്യാസം പിന്നെ ആ ഒരു ചേഞ്ചസ് കുറച്ചുണ്ട്. അപ്പം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെ ആയിരിക്കണം. 4K കണ്ടില്ലെങ്കിൽ ഈ പടം നഷ്ടമായിരിക്കും. ഗംഭീരം. 23 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഞെട്ടിച്ച മമ്മൂക്കയുടെ മാസ്മരിക വിസ്മയ കഥാപാത്രത്തിൻ്റെ 4K അറ്റ്മോസ്ഫിയറിലുള്ള പുതുതരംഗം, പുതിയ ഒരു വിസ്മയം തീർക്കാൻ വീണ്ടും എത്തി. അത് മമ്മൂട്ടി ഫാൻസും മലയാള സിനിമ പ്രേക്ഷകരും ഒന്നടങ്കം അത് സ്വീകരിച്ചിരിക്കുന്നു. കുറച്ചും കൂടെ മികവോടുകൂടി ഒരു 4K എഫക്റ്റിൽ ഒരു വിസ്മയമായിട്ട് ഒരു വാൾ ചുറ്റുന്നൊക്കെ അത്രയും ആ ശബ്ദവീചികളുടെ ആ ഒരു മാസ്മരിക പ്രഭാവം ഉൾക്കൊണ്ട് അത് ഗംഭീരമായി അതിവിസ്മയമായിട്ട് വീണ്ടും റീമിക്സ് ചെയ്തിരിക്കുന്നു. സൂപ്പർ, അർമാദിക്കല്ല. ഫ്രഷ് ഒരു പടം കാണുന്ന ഒരു ഫീലാണ് ഉണ്ടായത്. ഇതൊരു കിട്ടില്ല. ഈ 4K ഇതൊരു വന്നപ്പോൾ എനിക്ക് പടം കാണാൻ പറ്റാത്ത ഒരാളാണ് തിയേറ്ററിൽ തുടങ്ങിയ സമയത്ത്. 24 വർഷത്തിന് മുമ്പേ ഉള്ള പടമാണ്. പക്ഷേ ഇപ്പം എനിക്ക് കാണാൻ പറ്റിയ വലിയ ഒരു സന്തോഷമുണ്ട്. പഴയ കണക്കൊന്നും എഴുതി കാണിപ്പോൾ അതൊന്നുമല്ല. DGM എല്ലാം കയറ്റി എല്ലാം നല്ല കുട്ടപ്പനായിട്ട് കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ബൈജുവേട്ടനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇതേ കണക്കാവും നമ്മൾ ജീവിതത്തിലും കണ്ടില്ല. പക്ഷേ റിലീസ് പടം 4K എന്ന് രക്ഷയില്ലാത്തതിനും ചെയ്തിട്ടുണ്ട്. കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം കണ്ടത് തന്നെയാണ്. പക്ഷേ എക്സ്പീരിയൻസ് കിടലാണ്, രക്ഷയില്ല. പൊളി ഒരു പുതിയ പടം കാണുന്ന പോലെ നല്ല ഫീലായിരുന്നു. നല്ല 4K നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. രക്ഷയില്ല. മമ്മൂട്ടി ഇപ്പോൾ 24 വർഷത്തിന് ശേഷം ഒരു മമ്മൂട്ടി പടം ഡബിൾ മാസിൽ 4K ഡോൾബിയിൽ ഇങ്ങനെ ഒരു എഫക്ട് പവർ, മമ്മൂട്ടിയുടെ പവർ എന്താണെന്നുള്ളത് 4K അറ്റ്മോസ്ഫിയർ തന്നെ കാണണം. 24 വർഷം മുമ്പ് വന്നെങ്കിലും ഇപ്പോഴും മമ്മൂട്ടി ഫാൻസാര് ഇത് കണ്ടില്ലെങ്കിൽ വളരെ ഒരു ഇതാണ്. ഭയങ്കര മാസ്. നല്ല സിനിമ, നല്ല പടം. എന്ത് പറയാൻ, ജസ്റ്റ് മാസ്, അടിപൊളി. റീമാസ്റ്ററിങ് ഗംഭീരം. നല്ല റീമാസ്റ്ററാണ്, നല്ല വർക്കാണ്. ആക്ച്വലി തിയേറ്ററിൽ എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. നല്ല റീമാസ്റ്ററാണ്. ആക്ച്വലി വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. സോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. ഇഷ്ടപ്പെട്ടു. വലിയേട്ടൻ 4K എന്താ പറയുക, ഈ സിനിമ വന്ന സമയത്ത് ഭയങ്കര ഇങ്ങനെ 4K വന്ന നമ്മൾ ട്രോളുകളൊക്കെ വന്നു. ഒരു ചാനലിലിട്ട് സ്ഥിരം വെറുപ്പിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ ആ ട്രോളിലൊന്നും ഒരു കാര്യമില്ല. 4Kയുടെ ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് അത്ര ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ, രഞ്ജിത്തും ഷാജി കൈലാസും മമ്മൂക്കയും കൂടെ ചെയ്ത ഒരു മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമാണ് വലിയേട്ടൻ. ഈ നൂറ്റാണ്ടിലെ അടിപൊളി പടം. ഒരല്പം പോലും ചോർന്നു പോയിട്ടില്ല. ആവേശം ഇപ്പോഴും, ആ ഫസ്റ്റ് ഇൻട്രോ മുതൽ അവസാനം വരെ ആ ഒരു ആവേശം ഇപ്പോഴും ഉണ്ട്. അതിനെ പഴയ വൈബ് അതേപോലെ 2000 കണ്ട അതേമാതിരി. സൂപ്പർ പടം ബ്രോ. മമ്മൂട്ടി കൊണ്ടേ പറ്റുള്ളൂ. പടം എല്ലാവരും കണ്ടതാണ്, ഇഷ്ടംപോലെ വർഷം കണ്ടാണ്. പക്ഷേ 4K സൂപ്പറായിരുന്നു. അത് കാണേണ്ട ഒരു ഇതായിരുന്നു 4K. പടം അടിപൊളി, പൊളി. മമ്മൂക്ക പൊളിച്ചിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ആ പടം പണ്ടേ മാസ് പടമാണ്. Amazing.